ഫ്രണ്ട്സ്, ഞങ്ങൾ ഇവിടെ ഇന്ന് വെക്കാൻ പോകുന്നത് വറുത്തരച്ച മീൻകറിയാണ്. അതിനായി ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് മങ്കടയാണ്. ഫസ്റ്റ് തന്നെ ഒരു ഗ്യാസ് സ്റ്റവ് കത്തിച്ച് വെച്ച് അതിലേക്ക് ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉലവിട്ട് കൊടുത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണേ. പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി എന്നിവ ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനത്രയും കറിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണേ. മീൻകറിയുടെ ഒപ്പം ഞങ്ങൾ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കപ്പ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കുടംപുളി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടതിലേക്ക് നമുക്ക് തക്കാളി ആഡ് ചെയ്യുന്നത്. തക്കാളി നല്ലോണം വേണ്ടു വരട്ടെ. ഇനി നമുക്ക് അരപ്പിലേക്ക് പോകാം. ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് തേങ്ങ, ചുവന്നുള്ളി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില എന്നീ അരച്ച് വറുത്തരച്ചതാണ്. വെള്ളം ഒന്നും ചേർക്കാൻ പാടില്ല. നല്ല എണ്ണ പോലെ വേണം നമ്മളിത് അരച്ചെടുക്കാൻ. അതിൻ്റെ കൂട്ടത്തിൽ അമ്മ മീൻ വറുക്കാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചീനി ഇവിടെ തിളച്ചതേ മാത്രമേ ഉള്ളൂ, വെന്തിട്ടില്ല. ഇനി നമ്മുടെ തക്കാളി നല്ലതായിട്ടൊന്ന് വഴണ്ട് വരട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച പേസ്റ്റിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച ആ പുളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആവശ്യത്തിന് അളവിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഗൈസ്. കുറച്ച് ആവശ്യത്തിനുള്ളതിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കാം. ഇനി നമ്മൾ വറക്കാൻ വെച്ച മീനിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിന് അളവിന് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി നമുക്ക് അതിലേക്ക് വിനീഗറാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മീനിലേക്ക് പുരട്ടി കൊടുക്കാനാണ്. ബാക്കിയുള്ള മീനിലും കൂടെ നമുക്ക് തേച്ച് പിടിപ്പിച്ച് വെക്കാം കേട്ടോ. ഇത് നല്ലതായിട്ടൊന്ന് തേച്ച് മസാലയൊക്കെ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മുടെ അരപ്പ് തിളച്ചോന്ന് നോക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയെ. കുറച്ചായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മുടെ ചീനും തിളച്ച് വന്നിട്ടുണ്ട്, പക്ഷെ എന്നിട്ടേ ഇല്ല. ഇനി നമ്മുടെ മീൻ കറി നല്ലതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കാം. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വേണമെന്നവർക്ക് ഇട്ടാൽ മതി. ഇനി നമ്മൾ അതിനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കണേ. ചുറ്റിച്ച് കൊടുത്താൽ മാത്രം മതി. ഇളക്ക് ഒന്നും ചെയ്യല്ല, അല്ലെങ്കിൽ നമ്മുടെ മീൻ പൊടിഞ്ഞു പോകും. അതിന് നമ്മുടെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മീൻ കറി ഇത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ മീൻ വറുക്കാനും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചീനി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചീനിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ വറുത്തതും റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂട്ടി നമുക്കൊന്ന് പിടിക്കാം കേട്ടോ. നമ്മുടെ മീൻ കറി ഉണ്ടോ ഗൈസ്? നല്ല രസമില്ലേ കാണാം. നമ്മുടെ സാധനങ്ങൾ ഇതാ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എല്ലാം ഒന്ന് കഴിച്ചു നോക്കാം. നേരത്തെ ഞാനൊന്ന് കഴിച്ചു നോക്കിയായിരുന്നേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതൊന്ന് ഒന്ന് കഴിച്ചു കാണിക്കാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി ഒരു വീഡിയോയിലായി കാർത്തിസ് വ്ലോഗ് വരും.
അതിനും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിടണേ. അപ്പോൾ ഇനിയുള്ള വീഡിയോ എല്ലാവരും ഒന്ന് കാണണം. അപ്പോൾ